ഒന്നും അറിഞ്ഞൂടാ. ചൊവ്വയൊരു ഒപ്പിടാൻ പോലും അറിഞ്ഞൂടെ മോനെ. കുഞ്ഞുമോനെ, നമ്മൾ എന്നെ പോലെയുള്ള ഞാൻ എന്ത് ചെയ്യും? സുഹൃത്തുക്കളെ, അനാസ്ഥയുടെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു വൃദ്ധയാണ്. ആ വീട്ടിൽ അവർ മാത്രമേ ഉള്ളൂ. അവർ പറയുന്നു, പൊന്നുമോനെ, എനിക്ക് ഒപ്പിടാൻ പോലും നേരം പോലും അറിഞ്ഞൂടാ. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് ആ ചെറുക്കൻ കൃത്യമായിട്ട് മാസാമാസം അത് കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഏത് കൊണ്ടുവന്ന് തരുന്നുണ്ട്? വാർദ്ധക്യ പെൻഷൻ കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഇനി അത് നിൽക്കുമോ മോനെ? ഞാൻ എങ്ങനെ പോവും ബാങ്കിലേക്ക് എന്ന് പരിതപ്പപ്പെടുന്ന ഒരു അമ്മച്ചിയാണ് കാണാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, നമ്മളൊരു പുതിയ വാർത്ത ഇന്നലെ കേട്ടായിരുന്നു. ഈ ബാങ്ക് വഴിയാണ് ഇനി എന്ത് കൊടുക്കുള്ളൂ, നമ്മുടെ ഈ പെൻഷൻ വിതരണം ഇനി ബാങ്ക് വഴിയാണ്. എല്ലാവരും ബാങ്കിൽ പോയി വാങ്ങിക്കണമെന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട മന്ത്രിമാരെ, ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ. ബാങ്കിൽ പോയി വാങ്ങിക്കാൻ കഴിയാത്ത ഒരുപാട് അമ്മമാര്, അച്ഛന്മാര് നമ്മുടെ കേരളത്തിലുണ്ട്. ഈ പറയുന്ന പോലെ ഒന്ന് ഒപ്പിടാൻ പോലും അറിയാത്ത എത്രയോ ആളുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ആരോട് പറയും? ആരിത് മനസ്സിലാക്കുന്നതാണ്. എന്തായാലും ഇതിൻ്റെ ഒക്കെ ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്ന വേറെ കാര്യം, ചില ആളുകളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാ ഫാദർ യൂജിൻ പെരേര. ഈ മനുഷ്യൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? LDFനെ അത് ശക്തമായിട്ട് വിമർശിച്ചിരുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. മുതലപ്പുഴയിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഫിഷറീസ് മന്ത്രിയെ നേരിൽ കണ്ട് പറഞ്ഞിരുന്നു. ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് വിമർശിച്ച് ഫാദർ യൂജിൻ പെരേര റിപ്പോർട്ടിനോട്. ഫാദറിനൊക്കെ വായ തുറക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ഇതിനൊപ്പം തന്നെ നിങ്ങൾ കാണേണ്ട ഒരു വാർത്ത കൂടിയുണ്ട്. ഇതാ, പല ഡോക്ടർമാരും പല ഹോസ്പിറ്റലും ഇപ്പോഴും ഇല്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യം പറയുന്നത്, അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ കാര്യം പറയേണ്ട കാര്യം ഞാനില്ലല്ലോ. എന്തായാലും ഫിഷറീസ് മന്ത്രിക്കുള്ള ആ വിമർശനം ഒന്നുകൂടി കേൾക്കാം. ഇന്നലെ ആ അമ്മയുടെ കരച്ചിൽ നമ്മൾ കേട്ടു. അതൊരു വല്ലാത്ത കരച്ചിലായിരുന്നു. ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടായിരുന്നു. അതിന്റെ കരുത്തുണ്ടായിരുന്നു ആ വിലാപത്തിന്. പക്ഷെ അപ്പോഴാണ് എല്ലാവരും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചത്. ഇത് എന്തൊരു ദുരവസ്ഥയാണ്. ഈ ഓണക്കാലത്ത് 3 പേർ ഇപ്പോഴും കടലിലാണ്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നതറിയാതെ ആധിയോടെ തീ പിടിച്ചിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ. അപ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അനാസ്ഥ. എന്താണ് കുടുംബം പറയുന്നത്? അനാസ്ഥ എത്രത്തോളമായിരുന്നു? ഇപ്പോൾ ഇന്നലത്തെ പ്രതികരണത്തിന് ശേഷം എന്തായാലും എല്ലാവരും ഇത് അനാസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഇന്നലെ പ്രതികരിച്ചതുകൊണ്ട് മാത്രമാണ് തിരയാൻ ഇറങ്ങിയത്. ആ പാവ അമ്മച്ചി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ അത് തിരയാൻ ഒരു മനുഷ്യജീവ് പോലും ഇറങ്ങില്ല എന്നതാണ്. എന്തായാലും ആ ഒരു അനാസ്ഥയ്ക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നു. അതിങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് ആ ഉത്തരം വരുന്നത്. ഗൗതമിന്റെ അമ്മ ഗ്രീഷ്മയ്ക്ക് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ നീണ്ടകരയിൽ വലിയ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് എന്ന് തിരയേണ്ടതാ. 7 ദിവസമായി ഒരു 3 മനുഷ്യജീവനുകൾ കടലില്ല. ആ 3 മനുഷ്യജീവന് കടലിലാണ്. അവരെ കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ട് എത്രയോ കഴിഞ്ഞ 7 ദിവസമായിട്ട് വാർത്തയിലുണ്ട്. എന്നിട്ട് പോലും ഉദ്യോഗസ്ഥന്മാർക്ക് അത് തിരയാൻ പോകണം, കടലിലേക്ക് പോകണം. ഒരു മനുഷ്യജീവനാണ്, ജീവനാണ് അല്ലേ, ഒരു ജീവനല്ലേ. അതിന് ഭാഗത്ത് അവിടേക്ക് പോകണമെന്ന് പോലും ചിന്തയില്ലാത്ത ആളുകളാണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് എന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഭയം തോന്നിപ്പോന്നു നമുക്ക്. കാരണം നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടി പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ ഒപ്പമാണ് ഞാൻ പലപ്പോഴും എതിർക്കുന്നത് ഈ സ്കൂളുകളിൽ, അതായത് അൺഎയ്ഡഡ് സ്കൂളുകൾക്കുള്ള ഈ നിയമനങ്ങളെയാണ്. അതുകൂടി PSCക്ക് വിടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടികൾ കൊടുത്താൽ പോലും ഇത് സീറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. കണ്ടോ, എയ്ഡഡ് സ്കൂളുകൾ ആഗ്രഹിച്ചത് എന്തോ അത് കൊടുക്കുന്നു. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന രീതിയിലാണോ ഇവിടെ ചികിത്സ നടന്നത്? ആണല്ലോ. കഴിഞ്ഞ 10 വർഷം നടക്കാതിരുന്നത് എന്താണോ അതിപ്പോ നടക്കുന്നു. ഗംഭീരമായിട്ട് വിൽപ്പനകൾ നടക്കുന്നു. കാരണം നമ്മുടെ സ്കൂളിലൊക്കെ അധ്യാപകരായിട്ട് വരുന്നുണ്ട്. PSC എഴുതിയിട്ട് വരുന്നല്ല ചില ആൾക്കാരൊക്കെ. നല്ല കാശുണ്ടെങ്കിൽ അധ്യാപകരായിട്ട് ചേരാം. നല്ല കയ്യിലുണ്ടോ, മിനിമം ഒരു 50 ലക്ഷം കയ്യിലുണ്ടോ, 60 ലക്ഷം ഉണ്ടോ, നിങ്ങൾക്കൊരു സ്കൂളിലൊരു സീറ്റ് ഉറപ്പാ. അധ്യാപകനാവാം. നിങ്ങൾക്ക് വിവരമുണ്ടോ, പഠിപ്പിക്കാൻ അറിയോ, നോളജ് ഉണ്ടോ, നിങ്ങൾ അപ്ഡേറ്റഡ് ആണോ, ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു പരീക്ഷ പോലും എഴുതണ്ട. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായാൽ മതി. നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് അധ്യാപകനായി ചേരാം. എൻ്റെ അറിവിൽ അങ്ങനെ അധ്യാപകനായി ചേർന്ന്
എന്താ പറയുക, മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ എണ്ണുണ്ട് നമ്മുടെ നാട്ടിൽ കേട്ടോ. കുറേ എണ്ണുണ്ട്. 5ന്റെ പൈസക്ക് വിവരമില്ലാത്ത ആളുകളൊക്കെ അധ്യാപകരായിട്ട് ചേർന്നിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഇത് കിട്ടാന്ന് വലിയ പണിയില്ലല്ലോ. കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷ ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. മെറിറ്റ് ഉണ്ടാവില്ല, പഠിപ്പിക്കാൻ വിവരം ഉണ്ടാവില്ല, പൈസ മാത്രം ഉണ്ടാവും. അതിന്റെ പേരിലാണ് കയറും അധ്യാപകനാണ് തുടങ്ങും. അതൊക്കെ വിട്ടേക്ക്. എന്തായാലും കഴിഞ്ഞൊരു 10 വർഷത്തിൽ അതിഭീകരമായ രീതിയിൽ ആളുകൾ തള്ളിക്കയറുകയും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ വിൽപ്പന തുടങ്ങിയിരിക്കുന്നു, അധ്യാപക വിൽപ്പന തുടങ്ങിയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് വേണോ, മിനിമം 1 കോടിയുടെ അടുത്ത് എത്താൻ പോകുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. കണ്ടോളൂ. അഷ്കർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം എല്ലാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് അഷ്കർ വ്യക്തമായി പറയുമെന്ന് മനസ്സിലാക്കുന്നു. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിൽ എയ്ഡഡ് സ്കൂളുകൾക്ക് ബാച്ച് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് അപേക്ഷിക്കാനുള്ള സാവകാശം, അങ്ങനെ കുറച്ച് നിയമക്രമങ്ങൾ അതിലുണ്ട്. അപേക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ അടക്കം വെച്ചുകൊണ്ട് അതടക്കം പാലിച്ചില്ല എന്നാണ് അഷ്കർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കാരണം എല്ലാ വിദ്യാഭ്യാസ സംഘടനകളും പ്രധാനമായും SFI യും KSU അങ്ങനെ ഒരു ആരോപണമുണ്ടെങ്കിലും അവർക്കത് പുറത്തു പറയാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 120 ബാച്ചുകളിൽ 90ഉം ഈ എയ്ഡഡ് മേഖലയ്ക്ക് തന്നെ അനുവദിക്കുമ്പോൾ അതിൽ 120 ബാച്ച്, അതായത് 90 ബാച്ച് അനുവദിച്ചിരിക്കുന്ന എയ്ഡഡ് മേഖലയ്ക്കാണ്, വളരെ കുറച്ച് മാത്രം ഗവൺമെന്റ് മേഖലയ്ക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ഡഡ് മേഖലകളിൽ എന്ത് കൂടും? ബാച്ച് കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അവിടെ അധ്യാപകരെ ക്ഷാമം വരും. സ്വാഭാവികമായിട്ടും പുതുതായിട്ട് അധ്യാപകനെ വരുത്തണമെങ്കിൽ അവരെ കയ്യിൽ നിന്ന് മാനേജർമാർക്ക് ലക്ഷങ്ങൾ വാങ്ങിക്കാം. അതിൽ കമ്മീഷൻ്റെ കാര്യങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയൊന്നുമില്ല. അത്തരം കാര്യങ്ങളെ പറ്റിയുള്ള വിവരമൊന്നും പാവപ്പെട്ടവനായിട്ടുള്ള എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ, ക്ഷമിക്കൂ. പക്ഷേ സംഗതി അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. കേക്ക് എന്താണ് ഒരു പ്രശ്നം, അതിലെന്തോ ഒരു പ്രശ്നമില്ലേ എന്ന് നമുക്ക് ഏവർക്കും തോന്നുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വെറും 30 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മാത്രമാണ് സർക്കാർ മേഖലയിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ബാച്ച് അനുവദിച്ചിട്ടുള്ളൂ പുതിയതായി. അങ്ങനെ നോക്കുമ്പോൾ 90ഉം എന്തുകൊണ്ടാണ് എയ്ഡഡ് മേഖലയ്ക്ക് കൊടുക്കുന്നത്? ഇത് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം ഇത്തവണ കൊടുത്തില്ലേ എന്നുള്ള സംശയമാണോ ഇരുന്നത്? കഴിഞ്ഞ തവണയൊക്കെ സംസ്ഥാന സർക്കാർ എന്തിനാണ് ബിഗ് ടി വി ഇങ്ങനെയൊക്കെ സംശയിക്കുന്നത്? ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളല്ലേ അല്ലേ? അനാസ്ഥകളുടെ പൊടിപൂരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഇതിലൊക്കെ ഇങ്ങനെ വലിയ സംശയമൊക്കെ പ്രകടിപ്പിക്കുന്നത്? കടലിനെ അറിയുന്ന, വെള്ളത്തെ അറിയുന്ന മനുഷ്യരേക്ക് ആ വകുപ്പ് കൊടുത്താലല്ലേ അവരുടെ വിഷമങ്ങൾ മനസ്സിലാവൂ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല അരുൺകുമാർ, ഡോക്ടർ അരുൺകുമാർ, താങ്കൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല. മനുഷ്യരെ മനസ്സിലാവുന്ന, മനുഷ്യരുടെ വിഷമങ്ങൾ മനസ്സിലാവുന്ന ആളുകൾക്കാണ് എന്തും നൽകേണ്ടത്, ഏത് മന്ത്രിസ്ഥാനം നൽകേണ്ടത്. ആളുകൾക്ക് അബദ്ധം പറ്റിയതാണോ എന്നൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും സുഹൃത്തുക്കളെ, അനാസ്ഥയുടെ 3ാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ബൈ. നിങ്ങൾക്ക് അനാസ്ഥ എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സനൂപ് താവോ, SANOOPTAO എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും. അതിലേക്ക് നിങ്ങൾക്ക് എന്താ പറയുക, പുറത്തറിയണം എന്ന് ആഗ്രഹിക്കുന്ന വാർത്തകളുണ്ടെങ്കിൽ അതിലേക്ക് അയച്ചു തരാം. ബൈ.